ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ അള്ളാഹുവിൽ നിന്ന് നേരിട്ട് പഠിച്ചറിഞ്ഞ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട കാര്യം, ഒരു മുസൽമാന്, ഒരു മുഅ്മിനിന് സ്വർഗം ലഭിക്കാൻ, ജീവിതത്തിൻ്റെ ലക്ഷ്യം കാണാൻ, ജീവിതം വിജയിക്കാൻ അൽഹംദുലില്ല മതി എന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു. ആ അൽഹംദുലില്ല വഴി നമ്മുടെ നന്മകളുടെ റിക്കാർഡ് ഫുള്ളാവും. നന്മ തിന്മ തൂക്കുന്ന തുലാസിൻ്റെ നന്മയുടെ തട്ട് നിറയും. ഏതുകൊണ്ട്? വെറും അൽഹംദുലില്ല കൊണ്ട്. ഇതെങ്ങനെ നിറയും എന്ന് നാം അറിയണം. അതറിയാത്ത ചില പാവങ്ങൾ അൽഹംദുലില്ല എന്ന വാക്ക് പെരുപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ എന്ന ഹദീസ് ഇമാം മുസ്ലിം സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസ്, പ്രമാണബദ്ധമായ ഹദീസ്, മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത ഹദീസ്. അള്ളാന്റെ റസൂല് 33 അൽഹംദുലില്ല കൊണ്ട് നിങ്ങളുടെ നന്മയുടെ തട്ട് നിറക്കാം, നിങ്ങൾക്ക് സ്വർഗത്തിലെത്താം എന്ന് എണ്ണം പറഞ്ഞില്ല. 101 അൽഹംദുലില്ല കൊണ്ടെന്നോ, 1000 അൽഹംദുലില്ല കൊണ്ടെന്നോ, 70,000 അൽഹംദുലില്ല കൊണ്ടെന്നോ എണ്ണം പറയാതെ നിരുപാധികം അൽഹംദുലില്ലാഹി തംലഉൽ മീസാൻ, അൽഹംദുലില്ല എന്ന പരമസത്യം നിങ്ങളുടെ തുലാസിന്റെ തട്ടിനെ നന്മ കൊണ്ട് നിറക്കും എന്നാണ് പറഞ്ഞത്. ഇത് കേട്ട് തെറ്റിദ്ധരിച്ച മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മഹാഭൂരിപക്ഷവും ഇപ്പൊ പണി ചൈനക്കാരൻ ഇറക്കിയ മോതിരം കൊണ്ട് നടന്നിട്ട് അൽഹംദുലില്ലാ 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 അൽഹംദുലില്ലാ. ആ ഭാഗത്തേക്ക് ജീവിതമോ എന്താണ് താൻ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ബോധമോ ഇല്ല. എങ്ങനെയാണ് അൽഹംദുലില്ല കൊണ്ട് സുഹൃതങ്ങൾ സമ്പൂർണമാക്കാനും അതുവഴി സ്വർഗത്തിലെത്താനും പറ്റുക? നാം അന്വേഷിക്കണ്ടേ? നാം അറിയണ്ടേ? തീർച്ചയായിട്ടും നാം അറിയണം എങ്ങനെയാണ് അൽഹംദുലില്ല നമ്മെ സ്വർഗത്തിലെത്തിക്കുക, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലെത്തിക്കുക. കഴിഞ്ഞയാഴ്ച നാം പറഞ്ഞു വെച്ചത്, യഥാർത്ഥ ദൈവദാസന്മാർക്ക് മാത്രം അള്ളാഹുവിങ്കൽ സമ്പൂർണമായി സമർപ്പിച്ച് റബ്ബിന് കീഴ്പ്പെട്ട് സമ്പൂർണമായി കീഴ്പ്പെട്ട് നിന്നുകൊടുക്കുന്ന അടിമകൾക്ക് മാത്രം പറയാനുള്ള വാക്കാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിനെ അറിയാത്ത, അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളെ കുറിച്ച് ബോധമില്ലാത്ത, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സംതൃപ്തരാകാത്ത, അള്ളാഹുവിൻ്റെ ഖലാ ഖദർ നമ്മിലേക്ക് ഇറക്കി തരുന്ന കയ്പും മധുരവും ഉയർച്ചയും താഴ്ചയും അഭിമാനവും അപമാനവും ഉൾക്കൊള്ളുന്ന വിധികളിൽ പൊരുത്തപ്പെടാത്ത ഒരു സാധാരണ മനുഷ്യന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയാൻ അർഹതയില്ല, വകുപ്പില്ല. അങ്ങനെ പറഞ്ഞാലും ഒന്നുകിൽ അത് പാഴ്വാക്കാണ്, അല്ലെങ്കിൽ അത് കെദിബാണ്, കളവാണ്. ഇതാണ് ദീനുൽ ഇസ്ലാം പറഞ്ഞത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളായ ലോകങ്ങളെയൊക്കെ പടച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആ ലോകങ്ങളായ ലോകങ്ങളിൽ ഞാൻ പെട്ടു. ഈ ചൊല്ലുന്ന ഓതുന്ന ഞാൻ പെട്ടു, എൻ്റെ മക്കള് പെട്ടു, എൻ്റെ ഭാര്യ പെട്ടു, എൻ്റെ കച്ചവടം പെട്ടു, എൻ്റെ തൊഴിൽ പെട്ടു, ഞാനുമായി ബന്ധപ്പെട്ടതൊക്കെയും പെട്ടു. എന്താ മനസ്സിലാക്കിയത്? ലോകങ്ങളായാലോ ഞാൻ അതിൽ ഒഴിവാണ്, അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? സമസ്ത ലോകങ്ങളെയും പടച്ചു പോറ്റിക്കൊണ്ടിരിക്കുന്ന, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അനക്കിക്കൊണ്ടിരിക്കുന്ന, അടക്കിക്കൊണ്ടിരിക്കുന്ന റബ്ബേ, നിന്റെ ആ പ്രവർത്തനങ്ങളിലും നിന്റെ ആ നിയന്ത്രണത്തിലും ഈ വിനീതദാസൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു. എനിക്ക് സംതൃപ്തിയാണ് റബ്ബേ, ആ ഇടപെടലിലൊക്കെ എനിക്ക് സംതൃപ്തിയുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. വെറുപ്പുണ്ടാവുമ്പോ സ്തുതിക്കൂലല്ലോ, ഇഷ്ടമില്ലാത്തടത്ത് സ്തുതിക്കൂലല്ലോ. എവിടെ സ്തുതിക്കുക? അലാ ജമീലിൽ ഇഖ്തിയാരി, അലൽ ജമീലി. മനുഷ്യ മനസ്സിന് സന്തോഷമുള്ള മേഖലയിലാണ് സാധാരണ സ്തുതിക്കുക. ഇതാണെങ്കിൽ സദാ ഒരു മുഅ്മിൻ 5 നേരത്തെ നിസ്കാരത്തിലും പറയാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുക. ബാപ്പ മരിച്ച അന്ന് സുബൈക്ക് വേണം ഇത് ഓതാന്.
കച്ചവടത്തിൽ അമ്പേ പരാജയം നേരിട്ട അന്നത്തെ അസറിന് വേണം ഇതോതാൻ. ഒരു ദിവസം ഇത് ഒഴിവാക്കാൻ പറ്റൂല. അതുകൊണ്ട് റബ്ബുൽ ആലമീനെ, നിന്റെ തർബിയത്തിന്റെ, നിന്റെ ഇടപെടലിന്റെ, നിന്റെ ചലിപ്പിക്കലിന്റെ, നിന്റെ വിധിയുടെ ഭാഗമാണ് എൻ്റെ ജീവിതം മുഴുക്കയും, എൻ്റെ ജീവിതാനുഭവങ്ങൾ മുഴുവനും. അല്ലാ, ഈ ദാസന് പൊരുത്തമാണ്, ഈ അടിമക്ക് ഇഷ്ടമാണല്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണ് ഉബൂദിയത്ത്. ഉബൂദിയത്തില്ലെങ്കിൽ കുഫറാണ്, അവൻ ഇസ്ലാമെന്ന് ഔട്ടാന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഇതാണ് ഉബൂദിയത്ത്, യഥാർത്ഥ സമ്പൂർണമായ അടിമത്വം. ഈ അടിമത്വം സദാ സന്ദർഭങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും ഒരു മുസൽമാന് ഈ ഉബൂദിയത്തിൽ നിന്ന് ഒഴിവാകാൻ പാടില്ല. ഉബൂദിയത്തിൽ ഉണ്ടാകും എപ്പോ? ഒരു ആവറേജ് മട്ടത്തിൽ പോകുമ്പോൾ, കൂടുതലും ഇല്ല കുറവുമില്ല, ഒരു മിഡിൽ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ചിലപ്പോൾ ഉബൂദിയത്ത് ഉണ്ടാവും. കണക്കിലേറെ അള്ളാഹു വാരിക്കോരിയാണ്ട് അനുഗ്രഹം കൊടുത്താൽ ഉബൂദിയത്ത് നിന്ന് വിടും. കണക്കിലേറെ അള്ളാഹു പരീക്ഷിക്കാൻ തുടങ്ങിയാലും ഉബൂദിയത്ത് നിന്ന് വിടും. അള്ളാഹിനെ തെറി പറയാനും മനസ്സുകൊണ്ട് പഴിക്കാനും ഈ വിധിയെ ചീത്ത പറയാനൊക്കെ തുടങ്ങും. അപ്പൊ കണക്കിലേറെ പരീക്ഷിക്കപ്പെട്ടാലും ഒരു പരിധിക്കപ്പുറം അനുഗ്രഹങ്ങൾ തലക്ക് മീതെ വന്ന് വീണാലും കാര്യം പോക്കാണ്. സാധാരണ മനുഷ്യന്റെ അവസ്ഥ പോക്കാണ്. എന്നാൽ ഈ ഉബൂദിയത്തിൽ നിന്നുള്ള വ്യതിയാനം, മാറ്റം, അത് കുഫറാണ്. ഒരു അടിമ എപ്പോഴും അടിമയായി നിലകൊള്ളണം റബ്ബിന്റെ മുന്നിൽ. അവന്റെ ജീവിതാനുഭവങ്ങൾക്കിടയിലെല്ലാം, ഏതേത് ഘട്ടത്തിലും ഏതേതവസ്ഥയിലും ഒരു മകൻ പിതാവിന്റെ മുന്നിൽ എന്നും മകനായി നിലകൊള്ളണമല്ലോ. പിതാവിന്റെ മുന്നിൽ മകൻ എന്നും മകനായി നിന്നു കൊടുക്കണം. അല്ലെങ്കിൽ അത് നന്ദികേടും ധിക്കാരുമാണ്. മകൻ കുറച്ച് സാമ്പത്തികമായി പരിധി വിട്ട് കണക്കിലേറെ ഉഷാറായി, അല്ലെങ്കിൽ ജില്ലാ കലക്ടറായി, അല്ലെങ്കിൽ SP ആയി, അല്ലെങ്കിൽ അതുപോലെ തത്തുല്യമായ പദവിയിൽ മകനെത്തി. മകൻ ഇങ്ങനെ വാപ്പാനതൊക്കെ, ഏതാ ഈ കാക്ക, പഴഞ്ചൻ കാക്ക, ഒന്നിനും കൊള്ളാത്ത വെളിവില്ലാത്ത കാക്ക. എന്നിട്ട് വാപ്പാൻ അങ്ങോട്ട് ഉപദേശിക്കാൻ തുടങ്ങി, മോൻ ഇത് നന്ദികേടാൻ. ഒരു ഭാര്യ എപ്പോഴും ഭർത്താവിന്റെ മുന്നിൽ ഭാര്യയായി നിന്ന് കൊടുക്കണം. അവളെ ആകാര ഭംഗിയും ഗ്ലാമറും കണ്ടിട്ട് പുറത്തു നിന്ന് ഇടപെടലും വാഗ്ദാനങ്ങളും അവളുമായി സംസാരിക്കാനൊക്കെ ചിലർ തയ്യാറായപ്പോൾ അവൾ വിചാരിച്ചു, ഞാൻ ഇപ്പോഴും മാർക്കറ്റുള്ള മുതലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവള് മറ്റുള്ളവരോട് ഇടപെടാൻ പോയാൽ അത് ഭർത്താവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ധിക്കാരവും നന്ദി കേടുമല്ലേ. അവൾ ഏതവസ്ഥയിലാണെങ്കിലും. ഇതുപോലെ റബ്ബുൽ ആലമീനായ അല്ലാഹു നമുക്ക് ചില സ്ഥാനമാനങ്ങളും പദവികളും ചില സൗകര്യങ്ങളും നിഅമത്തുകളും അല്ലാഹു തരും. ഇത് കിട്ടുമ്പോ നമ്മൾ ധരിക്കുകയാണ് ഇതെന്റെ യോഗ്യത കൊണ്ട് കിട്ടിപ്പോയതാണ്, അല്ലെങ്കിൽ അധ്വാന ഫലമായി വന്നു പോയതാണ്, അല്ലെങ്കിൽ എൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ എൻ്റെ യോഗ്യത കൊണ്ട് ഞാൻ നേടിയെടുത്തതാണ് എന്നിത്യാദി ധാരണകളോടെ ജീവിക്കലും ആ മൈൻഡോടെ ജീവിക്കലും കനത്ത കുഫറാണ്. നേരെ ബാപ്പാൻ്റെയും ഭാര്യൻ്റെയും ഭർത്താവിൻ്റെയും ഉദാഹരണം പറഞ്ഞ അതിനേക്കാൾ ഗുരുതരമായ തെറ്റാണ്. ഇത് കുഫറാണ്, സത്യനിഷേധമാണ്. അതുകൊണ്ട് ഈ ആയത്ത് പഠിച്ച ആള്, ഏതായത്ത് പഠിച്ച ആള്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പഠിച്ചു ഓതുന്ന ഒരു മുസ്ലിം, അവൻ എത്ര വലിയ അധികാര സോപാനത്തിലെത്തിയാലും എത്ര വലിയ റേഞ്ചിലെത്തിയാലും അള്ളാഹു വാരിക്കോരി നിഅമത്ത് കൊടുത്താലും അവൻ ഒരു വേള പോലും, ഒരു ദുർബലമായ നിമിഷത്തിൽ പോലും ആ ഉബൂദിയത്തിന്റെ ഞാൻ ഒരടിമയാണെന്ന ഉറച്ച ബോധത്തിൽ നിന്നും പുറത്ത് കടക്കുകയില്ല. എന്തുകൊണ്ട്? 5 നേരം റബ്ബിന്റെ മുന്നിൽ നിന്നവൻ പ്രഖ്യാപിക്കുന്നു, എനിക്കെന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും, ഞാൻ എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും റബ്ബേ അതൊക്കെയും നിന്റേതാണ്, നിന്നിൽ നിന്നുള്ളതാണ്. അങ്ങനത്തെ നിന്നെ ഞാൻ സ്തുതിക്കുകയാണ്, എനിക്കതിൽ പൊരുത്തവുമാണ്. ഇങ്ങനെ പ്രതിജ്ഞയെടുക്കുന്ന പ്രഖ്യാപിക്കുന്ന മുഅ്മിൻ ഈ ഓതുന്ന ആയത്ത് ഉള്ളിൽ ഉൾക്കൊണ്ട് ഓതുകയാണെങ്കിൽ എത്ര വലിയ പദവിയിൽ
മതത്തിലെത്തിയാലും എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയാലും ഒരു ദുർബലമായ ഘട്ടത്തിൽ പോലും ഉബൂദിയത്തിൽ നിന്ന് പുറത്തു പോകൂല. ഞാൻ അടിമയാണെന്ന സത്യം ആ മനുഷ്യൻ വിസ്മരിക്കുകയില്ല, മറന്നു പോവുകയില്ല. സൂറത്ത് യൂസുഫ് ഖുർആനിലെ ഒരു പ്രധാന അധ്യായം, ഒക്കെ പ്രധാന അധ്യായം തന്നെയാണ്. പക്ഷെ സാധാരണക്കാരുടെ മനസ്സിൽ നന്നായി മനസ്സിന് കൊള്ളുന്ന ചില മെസ്സേജുകൾ ഉൾക്കൊള്ളിച്ച ഒരു അധ്യായമാണ് സൂറത്ത് യൂസുഫ്. എന്താണ് അതിൻ്റെ പ്രമേയം? എന്താണ് അതിലെ പാഠം? സൂറ യൂസുഫിൽ ഒരുപാട് പാഠങ്ങളുണ്ട്, ഒക്കെ പ്രധാനപ്പെട്ട പാഠങ്ങളാണ്. അതിൽപ്പെട്ട ഒരു മർമ്മപ്രധാനമായ ഒരു പാഠമാണ്, ഒരു മനുഷ്യൻ എവിടെ എത്ര ഉയരത്തിലെത്തിയാലും ഞാൻ ഒരടിമ, ഞാൻ റബ്ബിൻ്റെ ഒരടിമ, ഞാൻ റബ്ബിൻ്റെ ഒരടിമ എന്ന തിരിച്ചറിവ്, ആ തിരിച്ചറിവിൻ്റെ മഹത്വമാണ് സൂറ യൂസുഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം. അഹ്സനുൽ ഖസസ് എന്നാണ് പറഞ്ഞത്. ആ സൂറത്തിലെ അധ്യായത്തിലെ ചരിത്രങ്ങൾ ഓരോന്നോരോന്ന് അള്ളാഹു പറഞ്ഞ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രമാണ്. അതിൽ ഓരോ ചരിത്ര ഭാഗങ്ങൾ ആ മഹാനായ പ്രവാചകന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടത് ഇങ്ങനെ പറഞ്ഞ് തുടക്കത്തിൽ പറഞ്ഞു, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, യാ നബിയെ അങ്ങേക്ക് നാം പറഞ്ഞു ഒരുപാട് കഥ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഓതി തന്നിട്ടുണ്ട്. ചരിത്ര പുരുഷന്മാരുടെ ഒരുപാട് ചരിത്രങ്ങൾ അങ്ങേക്ക് മുമ്പാകെ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അഹ്സൻ, ഏറ്റവും മുന്തിയ, ഏറ്റവും നിലവാരമുള്ള ചരിത്രമാണ് ഈ പറയുന്ന ചരിത്രം എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു ഓതി കൊടുത്തത്. അതിൽ പ്രധാനപ്പെട്ടൊരു പാഠം, ഒരു മുസൽമാൻ എത്ര വലിയ റേഞ്ചിലെത്തിയാലും ഞാനൊരടിമയാണ്, ഞാനൊരടിമയാണ്. ആ ഉബൂദിയത്തിന്റെ ബോധം, ആ ബോധത്തിന്റെ മഹത്വമാണ് സൂറ യൂസുഫ് അതിപ്രധാനമായി അവതരിപ്പിക്കുന്നത്. ഈജിപ്തിലെ അടിമക്കമ്പോളത്തിൽ അടിമക്കുട്ടിയായി വന്നെത്തിയ യൂസുഫ് അലൈഹിസ്സലാം, പിറകെ ഈജിപ്തിന്റെ ഭരണാധികാരിയായ കഥ അല്ലേ? കൻആനിൽ മാതാപിതാക്കളോടൊന്നിച്ച്, തൻ്റെ സഹോദരന്മാരോടൊന്നിച്ച് കൊച്ചുകുട്ടിയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ അള്ളാഹു വെളിപാട് നൽകി, അള്ളാഹു സ്വപ്ന ദർശനം നൽകി. ഉയരാൻ പോവാണ്, വളരാൻ പോവാണ്. ആ രംഗ സൂറത്ത് യൂസുഫിന്റെ ആദ്യത്തെ തന്നെ ഓതിയാ കിട്ടുമല്ലോ. ഇത് ഖാല യൂസുഫു ലി അബീ യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബാ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. നബിയേ, യൂസുഫ് തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കൂ, അല്ലെങ്കിൽ അങ്ങ് ഉമ്മത്തിനോട് പറഞ്ഞു കൊടുക്കൂ ആ ചരിത്രം. എന്താണ് തന്റെ പൊന്നുപ്പയോട് പറഞ്ഞത്? യാ അബത്തി, എന്റെ വാപ്പച്ചി, ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുന്നിൽ സുജൂദിൽ കിടക്കുന്നത്, എൻ്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്യുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു വാപ്പച്ചി. എന്താണ് പറഞ്ഞത്? 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് ഞാൻ കിനാവ് കണ്ടു വാപ്പ. قال يا بني لا تقصص رؤياك على إخوتك فيكيدوا لك كيدا إن الشيطان للإنسان عدو مبين. ഈ സ്വപ്നത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, യാ ബുനയ്യ, കുഞ്ഞുമോനെ, ലാ തഖുസ്സുസ് റുഇയാക അലാ ഇഖ്വതിക, ഈ കണ്ട കിനാവിൻ്റെ കഥ നിന്റെ കൂടപ്പിറപ്പുകളോട്, സഹോദരന്മാരോട് മോന് പറയരുതേ. കാരണം ഇതിൽ നിന്റെ വളർച്ച, അല്ലെങ്കിലേ എനിക്ക് നിന്നോട് കുറച്ച് താല്പര്യം അധികമുണ്ട്. അത് നീ നാളെ അധ്വാനിച്ച് 10 രൂപ ഏറെ ഉണ്ടാക്കി കൊണ്ടുവന്ന് തരും എന്നുള്ള അറിവുകൊണ്ടുള്ള സ്നേഹമല്ല. അല്ലെങ്കിൽ എന്നെ നോക്കാനും എന്നെ സഹായിക്കാനും പ്രായാധിക്യ സമയത്ത് എനിക്ക് സപ്പോർട്ടാകാനും നീയുണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടുമല്ല.
മറ്റു മക്കളിൽ നിന്ന് വ്യത്യസ്തനായി നീ അള്ളാന്റെ പ്രവാചകനും ഇഷ്ടദാസനും ആകാൻ പോകുന്നു. അതുകൊണ്ടുള്ള ഇഷ്ട. അതുകൊണ്ട് തന്നെ മോനെ, നിന്നോട് അസൂയ തോന്നും. അതുകൊണ്ട് ലാ തഖ്സുസു റുഇയാക അലാ ഇഖ്വതിക, നിന്റെ സഹോദരന്മാരോട് ഈ സ്വപ്നത്തിന്റെ ചരിത്രം പറയല്ല മോനെ. ഫയകീദു ലക കൈദ, അവർ നിനക്കു നേരെ കുതന്ത്രം പ്രയോഗിക്കും. എന്തുകൊണ്ട്? ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ, തീർച്ചയായിട്ടും ശൈത്വാൻ മനുഷ്യന്റെ വ്യക്തമായ ശത്രുവാണ്. അവന് നിങ്ങൾക്കിടയിൽ പിണക്കും പ്രശ്നവും പാരയൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ സ്വപ്നത്തിന്റെ കഥ സഹോദരന്മാരോട് പറയരുത്, അവർക്ക് അസൂയ മൂക്കും എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്തു. എന്താണ് ഈ സ്വപ്നത്തിന്റെ അർത്ഥം? 11 നക്ഷത്രം എന്ന് പറയുന്നത് 11 സഹോദരന്മാരാണ്. സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. ഈ സ്വപ്നം പുലർന്ന രംഗവും അതേ സൂറത്തിൽ തന്നെ അള്ളാഹു പറയുന്നുണ്ട്. ഇതിങ്ങനെ തന്നെ പുലർന്ന ആ രംഗം അള്ളാഹു അത് അങ്ങനെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. ചരിത്രം വളരെ സുദീർഘമായ ചരിത്രമാണ്, അങ്ങോട്ട് പോകണ്ട നമുക്ക്. കൻആനില് ഉപ്പാന്റെയും ഉമ്മാന്റെയും ഇക്കമാരെയും കൂടെ വളർന്ന ഈ കുട്ടിയെ നശിപ്പിക്കാൻ വേണ്ടി പ്ലാനിട്ട് തൻ്റെ സഹോദരന്മാർ കൻആനിലെ കാട്ടിലേക്ക് ആടുമേക്കാൻ കൂടെ കൂട്ടിക്കൊണ്ടുപോയി ഒരു പൊട്ടൻ കിണറ്റിൽ തള്ളിയിട്ട് അവർ തിരിച്ചു പോരുകയാണ്. യാത്രക്കാർ കച്ചവട സംഘം അതുവഴി കടന്നുപോയപ്പോൾ അവർക്ക് ദാഹം ഉണ്ടായപ്പോൾ അവർ ആ കിണറിൻ്റെ കരയിൽ ചെന്ന് നോക്കുമ്പോൾ ഒരു സുന്ദരനും സുമുഖനുമായ ഒരു കൊച്ചു ബാലൻ. ആ കുഞ്ഞിനെ എടുത്ത് നേരെ അവരെ ചരക്കിൻ്റെ കൂടെ കൂട്ടിയിട്ട് മിസ്റിലെ കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. ആ കുഞ്ഞുമോൻ വന്നെത്തുന്നത് അസീസ് രാജാവിൻ്റെ കൊട്ടാരത്തിൽ സുലൈഖയുടെ ഭൃത്യനായിട്ടാണ് എത്തുന്നത്. പിന്നെ അവിടെ ഉണ്ടായ സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ജയിൽവാസത്തിനത് കാരണമായി, തടവറയിലെത്താൻ കാരണമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ തടവിൽ നിന്ന് മോചിതനായി. അവസാനം അസീസ് രാജാവിൻ്റെ സിംഹാസനത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാം എത്തുകയാണ്. അങ്ങനെയാണ് ചരിത്രം. രാജാധികാരത്തിന്റെ പദവിയിൽ രാജസിംഹാസനത്തിലെത്തിയ കാലത്ത് അങ്ങ് കൻആനിലുള്ള വൃദ്ധരായ മാതാപിതാക്കളും 11 സഹോദരന്മാരും മിസ്റിന്റെ തൻ്റെ അധികാര പരിധിയിൽപ്പെട്ട മിസ്ർ എന്ന നാട്ടിലേക്ക് അവരൊക്കെ വരുന്നുണ്ട്. വാപ്പി ഉമ്മി 11 സഹോദരന്മാരും വന്നിട്ട് എന്താ ഉണ്ടാകുന്നത്? അള്ളാഹു പറയുന്നു, വറഫഅ അബവൈഹി അലൽ അർശ് വഖറൂ ലഹു സുജ്ജദാ قال يا أبت هذا تأويل رؤياي من قبل قد جعلها ربي حقا. 11 സഹോദരന്മാരും ഉമ്മായും വാപ്പായും വന്നപ്പോ ഉമ്മയെയും വാപ്പയെയും വറഫഅ അബവൈഹി, മാതാപിതാക്കളെ വിളിച്ചു വരുത്തി തൻ്റെ കൂടെ രാജസിംഹാസനത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാം ഇരുത്തി. ഉമ്മയും ബാപ്പയും എൻ്റെ ഒപ്പം ഇരിക്കട്ടെ, ഒപ്പം ഇരുത്തുകയാണ്. ഈ ഇരുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ മുമ്പ് വഖറൂ ലഹു സുജ്ജദാ, മാതാപിതാക്കളും 11 സഹോദരന്മാരും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദിൽ വീഴാൻ. ചില പൊട്ടന്മാർക്ക് ബേജാറായിട്ട് ഒരു പടപ്പിന്റെ മുന്നിൽ സുജൂദ്, ഇസ്ലാം എന്ന് ഔട്ടാവൂലേ, അതുകൊണ്ട് ഈ സുജൂദിന് സുജൂദ് നല്ല അർത്ഥം. എന്നാ അള്ളാഹ്ക്ക് പറയാൻ അറിയില്ലേ വേറെ ഭാഷയൊക്കെ? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പില് മലക്കുകളെ കൊണ്ട് സുജൂദ് ചെയ്യിപ്പിച്ചു എന്ന് കേട്ടപ്പോ ബേജാറ് ചില ആൾക്കാർക്ക്. എന്തിനാ അള്ളാഹ് പറഞ്ഞതിന് ബേജാറാണ് നമ്മള്? ചില മലയാള പരിഭാഷയുടെ വ്യാഖ്യാനത്തിൽ ഞാൻ വായിച്ചു, കുറച്ചു മുമ്പ് വായിച്ചതാ, ഈ സുജൂദല്ല, അത് ബഹുമാനിച്ചിട്ടുള്ള ഒരു തലകുനിക്കലാണ്. അതിന് ഭാഷ വേറെ ഉണ്ട്. സുജൂദ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അന്നത്തെ ശരീഅത്തിലെ നിയമത്തില് ബഹുമാനത്തോടു കൂടെ കുനിയുന്നതിലും മുന്നിൽ സുജൂദ് ചെയ്യുന്നതിലും കുഴപ്പമുണ്ടായിരുന്നില്ല. ബഹുമാനത്തിന് അള്ളാഹ് പറഞ്ഞത് വഖറൂ ലഹു, മാതാപിതാക്കളും സഹോദരന്മാരും വീണു ലഹു യൂസുഫ് അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജ്ജദൻ. സുജ്ജദൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാവരും സുജൂദിൽ വീണുന്നാ. അത് ബേജാറാണ്ട. അന്നത്തെ ശരീഅത്തിൽ ബഹുമാനത്തിന്റെ ഒരു സിംബലായി, ബഹുമാനത്തിന്റെ ഒരു പ്രകടനമായി പടപ്പുകൾക്ക് മുന്നിൽ സുജൂദ് അനുവദിച്ചിരുന്നു. ഈ ഉമ്മത്തിൽ അത് ഹറാമാണ് കേട്ടോ. ഈ ഉമ്മത്തിൽ ഹറാമാണ്.
ഒരു പടപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യൽ. ആ പടപ്പ് സുജൂദിന് അർഹനാണെന്ന് വിചാരിച്ച് സുജൂദ് ചെയ്യുകയാണെങ്കിൽ ശിർക്കുവാണ്. ശിർക്കൊന്നുമില്ല. ഒരു ഇപ്പോൾ പള്ളിപ്പറമ്പിൽ ചെന്നു, പരമഭക്തനായി നമ്മളെ നാട്ടിൽ ജീവിച്ചൊരു മഹാമനുഷ്യനാണെന്ന് കണക്കൂട്ടിക്കോ, സങ്കല്പിച്ചോ. ഈ മനുഷ്യന്റെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വെറുതെ പള്ളിപ്പറമ്പിലൂടെ അങ്ങനെ ഒന്ന് മരിച്ചു പോകണം എന്നുള്ള ബോധം ഉണ്ടാകാൻ വേണ്ടി സുന്നത്തായ സിയാറത്തിന് പോയപ്പോൾ ആ മനുഷ്യന്റെ മീസാൻ കല്ലുകളുടെ അടുത്തെത്തിയപ്പോൾ, റബ്ബേ ഈ മനുഷ്യനൊക്കെ എങ്ങനെ ജീവിച്ചത്, ഞാൻ എൻ്റെ അവസ്ഥ വളരെ വീക്കാണല്ലോ അല്ലോ എന്ന് പറഞ്ഞാൽ അവിടെ സുജൂദിൽ വീണു. എന്ത് സുജൂദിൽ വീഴാൻ കാരണം എന്താണ്? ആ മനുഷ്യന്റെ ജീവിതവും മഹാനായ മനുഷ്യന്റെ ജീവിതവും എൻ്റെ ജീവിതവും ഞാനൊരു തുലനം ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ കാര്യം മഹാകഷ്ടാണ്. പടച്ചോനെ അതിൽ പരിഹാരം തരണം അല്ലാ എന്നുള്ള നിയ്യത്തിലാണ് ഞാൻ ഖിബിലക്ക് നേരെയായി ഞാൻ സുജൂദ് ചെയ്തത്. പക്ഷെ അത് ഖബറിന്റെ മുന്നിലായതുകൊണ്ട് ശിർക്ക് അവിടെ വരൂല. അള്ളാഹ്ക്കാണ് ആ സുജൂദ്, പക്ഷെ ഹറാമാണ്. ഈ ഉമ്മത്തിനത് പാടില്ല, തെറ്റാണ്. എന്താവട്ടെ, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ സുജൂദിൽ വീണപ്പോ ഖാല യാ അബതി, എന്റെ പൊന്നു പിതാവേ, ഹാദാ തഅ്വീലു റുഅയായ മിൻ ഖബൽ, പണ്ട് കൻആനിലെ വീട്ടിൽ കൊച്ചുകുട്ടിയായി അങ്ങയുടെ മടിത്തട്ടിൽ വളരുന്ന കാലത്ത് ഞാൻ കണ്ട കിനാവ് അല്ലാഹു പുലർത്തിയിരിക്കുകയാണ്. അല്ലാഹു ആ കിനാവ് ഈ ലോകത്ത് പ്രകടമാക്കിയിരിക്കുകയാണ് പിതാവേ. ഖദ് ജഅലഹാ റബ്ബി ഹഖ്ഖാ, അല്ലാഹു ആ സ്വപ്നം ഒരു സത്യമാക്കി പുലർത്തിക്കളഞ്ഞു. നോക്കൂ നിങ്ങൾ, ഒരു പിതാവിന്റെ മുന്നിൽ ഒരു മകൻ ബഹുമാനിക്കുക എന്നുള്ളത് അത് അത്ഭുതമല്ല, അത് അനിവാര്യമാണ്, അത് സ്വാഭാവികമാണ്. ഒരു പിതാവിനെ മകൻ ബഹുമാനിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. നേരെ തിരിച്ച് ഒരു മകനെ പിതാവ് ബഹുമാനിച്ച് മുന്നിൽ കുനിയുന്നു. അതും വെറും ഒരു പിതാവല്ല, പ്രവാചകനായ പിതാവ് യഅഖൂബ് നബി അലൈഹിസ്സലാം തന്റെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ ബഹുമാനാദരവുകളോടെ കുനിയുകയും നെറ്റി നിലത്ത് വെക്കുകയും ചെയ്യുകയാണ്. എന്താണിത്? എത്ര വലിയൊരു പദവിയാണ് അള്ളാഹു അവിടെ വകവെച്ചു കൊടുത്തത്. പക്ഷേ ആ അത്യുന്നത അധികാരത്തിൽ നിലകൊണ്ട സമയത്ത്, അത്യുന്നതമായ റേഞ്ചിൽ നിലകൊണ്ട സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ മാതാപിതാക്കളാണ് ബഹുമാനിച്ച് തന്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നത്. അപ്പോൾ മനസ്സിനകത്തൊരു ഗമയും വന്നില്ല. മകനായ എന്നെ മാതാപിതാക്കളാണ് ഇപ്പൊ ബഹുമാനിക്കുന്നത് എന്ന ഒരു അഹന്തയുടെ തരിമ്പ് മനസ്സിൽ വന്നില്ല. തന്റെ സഹോദരന്മാരുടെ നേരെ നോക്കി ഒന്ന് പുച്ഛിക്കുക പോലും ചെയ്തില്ല. തന്നെ നശിപ്പിച്ച് കളയാൻ, തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പണിയെടുക്കുകയും പരിശ്രമിക്കുകയും പ്ലാൻ ഇടുകയും ചെയ്തിട്ട് കൻആനിലെ വിജനമായ സ്ഥലത്ത് പൊട്ടം കിണറ്റിലേക്ക് എന്നെ തള്ളിയിട്ട് കൊച്ചനുജനെ നശിപ്പിക്കാൻ ശ്രമിച്ച ഇക്കമാരുടെ താഴെ നിൽക്കുന്നു. അവരെ മുഖത്ത് നോക്കി, ഇപ്പൊ നിങ്ങൾ എവിടെയാടാ ഉള്ളത്, ഞാൻ എവിടെയാണോ ഉള്ളത് എന്ന മൈൻഡില്ല എന്ന് മാത്രല്ല, അവർക്ക് മാപ്പ് കൊടുക്കുകയാണ്. അവര് സത്യം മനസ്സിലാക്കി തൗബ ചെയ്തൊന്നും അല്ല വന്നത്, തോറ്റ് തൊപ്പിയിട്ടായി വന്നിരിക്കണേ. അവരെ ധാരണ ഈ പടപ്പ് ജീവിച്ചിരിപ്പില്ലാതാ. അന്ന് കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയതല്ലേ. പിന്നെ അവർ ഒഴിഞ്ഞ സമയത്ത് ചെന്ന് നോക്കുമ്പോ കാണാനുമില്ല. അത് മരിച്ചു മണ്ണായി പോയി എന്നുള്ള മൈൻഡിലല്ലേ അവരുള്ളത്. പിന്നെ ഈ അവസ്ഥയിൽ അവർ കാണുന്ന നേരത്തെ തോറ്റ് തൊപ്പിയിട്ട് പരാജയം സമ്മതിച്ച, അല്ലാതെ അവർക്ക് ആ പശ്ചാത്താപ ചിന്ത സമ്പൂർണ്ണമായിട്ടൊന്നും അല്ല, തോറ്റ് തൊപ്പിയിട്ട് വന്ന് നിൽക്കുക. ആ സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം പറയുന്നത് അല്ലാഹ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നസഗശ്ശൈത്വാനു ബൈനി വബൈന ഇഖ്വതി, മാതാപിതാക്കളുടെ മുമ്പാകെ ഒട്ടും ഗമ കാണിച്ചില്ല. മാതാപിതാക്കൾ പോട്ടെ, തന്റെ കൂടപ്പിറപ്പുകൾ, സഹോദരന്മാർ തന്നെ ദ്രോഹിച്ച, ഉപദ്രവിച്ച, ഇല്ലാതാക്കാൻ ശ്രമിച്ച, അതിനുവേണ്ടി പണിയെടുത്ത അവരെ മുഖത്ത് നോക്കി ഒന്ന് പ്രതിഷേധിക്കുക പോലും ചെയ്യാതെ അവരോട് പറഞ്ഞത് നസഗശ്ശൈത്വാനു ബൈനി വബൈന ഇഖ്വതി,
എൻ്റെയും എൻ്റെ ഇക്കമാരുടെയും ഇടയിൽ പാര പണിതത് ചെയ്ത്താനാണ്. ഇക്കമാർക്ക് കുഴപ്പം പറ്റിയിട്ടില്ല. നിങ്ങളെ കൂടപ്പുറപ്പ് അനുജനോ ചേട്ടനോ നിങ്ങൾക്കൊരു നമ്പർ 1 പാര വെച്ചു എന്ന് കൂട്ടിക്കോ. ഇതൊക്കെ ഇപ്പോൾ ഉണ്ടാവുന്ന സംഭവമല്ലേ. ഒരു പാര വെച്ചു, ആ പാര വ്യക്തായി. കുറെ കാലം കഴിഞ്ഞ് അവൻ നമ്മുടെ മുന്നിലൊക്കെ പോയി, അന്ന് നീ എന്നെ ചെയ്ത പണിയുണ്ടല്ലോ, പാര പണിത അനിയൻ തോറ്റു, നമ്മൾ ജയിക്കുന്ന ഒരു കാലം വന്നാൽ പകരം വീട്ടൂലേ? നാവുകൊണ്ട് പകരം വീട്ടിയില്ലെങ്കിലും പെരുമാറ്റം കൊണ്ടെങ്കിലും പകരം വീട്ടൂലേ? മനുഷ്യന്റെ മൈൻഡ് അതിനല്ലേ പറയാ. സ്വന്തം കൂടപ്പിറപ്പിന് അല്ലാത്തവരെ കേസ് പിന്നെ പറയേണ്ട, മാക്സിമം അതിന് പ്രതിഷേധം ഉണ്ടാവും, പകരം ചെയ്യും. സ്വന്തം കൂടപ്പിറപ്പ് വലിയ ഒരു പാര നമുക്ക് വെച്ചു, അത് പൊളിഞ്ഞു, വ്യക്തായി. ഒരു കാലത്ത് അവൻ പൊട്ടി. വേണ്ട, വീട്ടിൽ നിന്ന് സഹോദരന്മാരൊക്കെ പാടെ ഇറക്കി വിട്ടു. ഈ ഇറക്കി വിട്ട് പുറത്തു പോയതിന് അന്ന് നാട് ലോഞ്ചിലൊക്കെ കയറിയിട്ട് ദുബായിൽ പാതി വഴിയിൽ ഇറങ്ങിയിട്ട് നീന്തിയിട്ട് അക്കരെ പറ്റിയിട്ട് പിന്നെ അവനൊരു കോടീശ്വരനായിട്ടുണ്ട് വന്നു നാട്ടിക്ക്. പിന്നെ ഈ നാട്ടിൽ നിന്ന് ഇറക്കി വിട്ട ഇക്കമാരുണ്ട് ഇവിടെ തേരാപാര നടക്കുന്നു. തിരിഞ്ഞു നോക്കുവോ? നോക്കാത്ത എനിക്കറിയാം. എടാ ചങ്ങാതി, നിന്റെ സ്വന്തം ചേട്ടനെ വാടക വീട്ടിലല്ലേ കിടക്കണം, അവൻ കിടക്കും, അവൻ കിടന്നിരിക്കണം, നയാ പൈസ ഞാൻ കൊടുക്കൂല. എൻ്റെ കാരണം ആ മുമ്പത്തെ അനുഭവം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് അറിഞ്ഞോതുന്നൊരു മനുഷ്യനാണെങ്കിൽ ഈ ഒരു പ്രതിഷേധവും പകരം വീട്ടിലും ഉണ്ടാവൂല. ഉണ്ടാവുമോ? ഇവനിപ്പോൾ ഈ സൗകര്യം കൊടുത്തത് റബ്ബ്, ഇവരെങ്ങനെ ആക്കിയതും റബ്ബ്. ഇതൊക്കെയാണ് ഈ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഓത്തിന്റെ അർത്ഥവ്യാപ്തി. അതിൻ്റെ അർത്ഥവ്യാപ്തി ഇങ്ങനെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല. ഇക്കമാര് ഇതിൽ ബേജാറാകണ്ട. എന്റെയും ഇക്കമാരുടെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കിയത്, പിണക്കമുണ്ടാക്കിയത്, പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ശൈത്വാനാണ്. അത് ശൈത്വാന്റെ ഖജനാവിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഇക്കമാരെ റിലീസാക്കി. നിങ്ങളിത് ബേജാറാണ്ട. ഇത് ചെറിയൊരു പാരെന്നല്ലല്ലോ, കൊല്ലാൻ വേണ്ടി ചെയ്ത പണിയാണെന്ന്, നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. അതൊക്കെ പോട്ടെ. ഈ സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്ന ഒരു ദുആയുണ്ട്. പടച്ചവനെ, ഞാൻ ഇപ്പോഴും ഒരു അടിമയാണ്, ഒരു ദുർബലനായ അടിമയാണ്, ഉടമസ്ഥനായ നിന്നിലേക്ക് അത്യാവശ്യമുള്ള അടിമയാണല്ലാ. എന്നിട്ടൊരു ദുആ നടത്തുന്നുണ്ട്. ആ ദുആ ഏതാണ് സാഹചര്യം? ഇവരൊക്കെ വന്ന് സറണ്ടറായ സമയം, താനാണെങ്കിൽ കിരീടം വെച്ച് ഈജിപ്തിന്റെ മിസ്രിന്റെ അധികാരിയായിരിക്കുന്ന സമയം. അപ്പോൾ ദുആ ചെയ്യുകയാണ്, റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ആ സമയത്ത് ഏതാ ഈ സമയം എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ലോകം മുഴുവൻ തനിക്ക് കീഴ്പ്പെട്ടിരിക്കണം. അന്നത്തെ ആ ലോകം, തൻ്റെ കുടുംബവും മാതാപിതാക്കളൊക്കെ തൻ്റെ മുന്നിൽ അടിയറ വെച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഒരല്പം ഞാൻ അധികാരിയാണല്ലോ, ഇവരൊക്കെ പ്രജകളാണല്ലോ, എന്നെ നശിപ്പിക്കാൻ നോക്കിയ ഇക്കമാരൊന്നും ഒന്നുമല്ലല്ലോ, ഞാൻ ഇപ്പൊ പലതും ആയിട്ടുണ്ടല്ലോ, ഈ ചിന്തയൊന്നും തൊട്ടു തീണ്ടിയില്ല മനസ്സിനെ. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുവേ, ഞാനൊരു വെറും അടിമ, നിന്നിലേക്ക് ആവശ്യമുള്ള അടിമ, ദുർബലനായ അടിമ. റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്, എന്റെ നാഥ, തീർച്ചയായിട്ടും നീ എനിക്ക് തന്നിരിക്കുന്നു, മിനൽ മുൽക്കി, രാജാധികാരത്തിൽ നിന്ന്, അധികാരത്തിൽ നിന്ന് ചിലതൊക്കെ നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാ. വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്, സ്വപ്ന വ്യാഖ്യാനത്തിന്റെ പോയിന്റ് നീ എനിക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു അല്ലാ. സ്വപ്നം, ആര് സ്വപ്നം കണ്ടാലും ഈ സ്വപ്നം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? സ്വപ്നത്തിന് വ്യാഖ്യാനമുണ്ട്, രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെ ഉണ്ട്. തഅബീറുർ റുഇയ, തഫ്സീറുൽ അഹ്ലാം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്വപ്ന വ്യാഖ്യാന കിതാബുകൾ തന്നെ ഉണ്ട്
ലോകത്ത് വാങ്ങാൻ കിട്ടും. ഞാൻ കരുതിയിട്ട് നാളെ തന്നെ കിനാവ് ഉണ്ടോ ആ കിതാബ് നോക്കിയിട്ടൊന്ന് പറഞ്ഞ് ഇട്ടുകറിഞ്ഞ എല്ലാവരും കൂടി വരരുത്. അത് വേറെ ചില ബുദ്ധിമുട്ടുണ്ടായില്ല. എന്താ ബുദ്ധിമുട്ട്? മോശപ്പെട്ട വ്യാഖ്യാനാണെങ്കിൽ അത് പറയാൻ പാടില്ല എന്നാ. പറയാതെ നിങ്ങൾ തന്നെ ഭീതിജനകമായ സ്വപ്നം കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക, ഇടതുവശത്തേക്ക് തുപ്പുക, ബെഡ്ഷീറ്റൊക്കെ വൃത്തികേടാക്കണ്ട, ഉമിനീര് വരാത്ത തുപ്പല് തുപ്പിയാൽ മതി. അങ്ങനെ പിന്നെ കിടന്ന പൊസിഷനിൽ നിന്ന് മാറിക്കിടക്കുക. നിലവിൽ ഏതൊരവസ്ഥയിലാണ് കിടന്നു വെച്ചാൽ അതൊന്ന് മാറിക്കിടക്കുക, എന്നാൽ പിന്നെ കുഴപ്പമില്ല. എന്നിട്ട് അള്ളാഹിനോട് പറയാ, ഈ കണ്ടതിൽ വല്ല നാശം ഉണ്ടെങ്കിൽ അള്ളാ അത് ഒഴിവാക്കി തരണേ അള്ളാ, ഇതിൽ വല്ല ഖൈറും ഉണ്ടെങ്കിൽ ഗുണം ഉണ്ടെങ്കിൽ തരണേ അള്ളാ. ഇത്ര ചെയ്താൽ മതി. അപ്പൊ ഉണ്ട് സ്വപ്ന വ്യാഖ്യാനം എന്നുള്ളൊരു സത്യമാണ്. അത് യൂസുഫ് നബി അലൈഹി സ്വലാം പലതും പറയുകയും അത് പുലരുകയും ചെയ്തതൊക്കെ ഈ സൂറത്തിൽ തന്നെ കാണാം. സ്വപ്ന വ്യാഖ്യാനത്തിൽ നിന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ടല്ലാ. സ്വപ്ന വ്യാഖ്യാനത്തിൽ നിന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഈ അധികാരം എനിക്ക് കിട്ടിയത് എൻ്റെ യോഗ്യത കൊണ്ടല്ല അല്ലാ, എൻ്റെ പരിശ്രമം കൊണ്ടല്ല അല്ലാ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതോ ഞാൻ ആഗ്രഹിച്ചതോ ഞാൻ പ്രതീക്ഷിച്ചതോ അല്ല അല്ലാ, നീ തന്നതു മാത്രം, അപ്പോൾ എനിക്ക് കിട്ടിയത് മാത്രം. എനിക്കുള്ളത് എന്ന് പറയപ്പെടുന്നത് സൗന്ദര്യം മാത്രമാണ്. ഞാൻ അടിമയായിട്ടാണ് ഈ നാട്ടിലും കൊട്ടാരത്തിലും വന്നെത്തിയത്. എൻ്റെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ എനിക്കൊരു റോളുമില്ല അല്ലാ. എൻ്റെ ചർമ്മത്തിന് നിറം നൽകിയത്, എൻ്റെ മുഖത്തിന് ഷേപ്പ് നൽകിയത് അതും നീ മാത്രമാണല്ലാ. ഒന്നിന്റെയും അധികാരി ഞാനല്ല. ഈ അധികാരം നീ എന്നെ ഏൽപ്പിച്ചു, അപ്പൊ കിട്ടി. സ്വപ്ന വ്യാഖ്യാനം പറയാൻ എനിക്ക് കഴിവ് തന്നു, അപ്പൊ ഞാൻ പറഞ്ഞു. അതല്ലാത്ത ഒന്നും എൻ്റെ അടുത്തില്ല. എനിക്ക് പറയാനുണ്ട്, ഈ അടിമയായ നിന്നോട് ബോധിപ്പിക്കാനുണ്ട്, അപേക്ഷിക്കാനുണ്ട്. എന്ത്? അന്ത വലി ഫാത്തിറസ് സമാവാതി വൽ അർള് അന്ത വലി ഫിദ്ദുനിയാ വൽ ആഖിറ. നീ ആകാശഭൂമികളെ മുൻ പ്ലാൻ ഇല്ലാതെ പടച്ചവനാണ്, ഇല്ലായ്മയിൽ നിന്ന് പടച്ചവനാണ് നീ. അന്ത വലി ഫിദ്ദുനിയാ വൽ ആഖിറ. എൻ്റെ സംരക്ഷകൻ, അധികാരി ഇവിടെയും പരലോകത്തും നീ മാത്രമാണല്ലാ. അതുകൊണ്ട് എനിക്ക് അപേക്ഷിക്കാനുള്ള അപേക്ഷ, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായി മരിപ്പിച്ച് സജ്ജനങ്ങളുടെ കൂടെ ചേർക്കണമല്ലാ. ഇതെന്തിനപ്പം നിങ്ങളോട് പറഞ്ഞത്? ഒരു മുനിസിപ്പാലിറ്റി മെമ്പർ സ്ഥാനം കിട്ടുമ്പോഴത്തേന് ആരൊക്കെ ആയി എന്ന് വിചാരിക്കണ്ട. കുറച്ച് പണവും സൗകര്യവും അല്ല തരുമ്പോൾ ഞാൻ ആരൊക്കെ ആയി എന്ന് വിചാരിക്കണ്ട. പള്ളി കമ്മിറ്റിയിൽ ഒരു വലിയ റേഞ്ച് കിട്ടുമ്പോൾ ഞാൻ ആരൊക്കെ ആയി എന്ന് വിചാരിക്കണ്ട. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇതിലൊക്കെ നമ്മൾ ചേർത്തി പൂരിപ്പിക്കണോ? എല്ലാം പൂരിപ്പിക്കാൻ ഇവിടെ സമയമില്ല അല്ലേ? ഏതൊരു രംഗത്തും അള്ളൊരു നിഅമത്തോ ഒരു സ്ഥാനോ ഒരു പദവിയോ നൽകുകയാണെങ്കിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ ഈ അപേക്ഷ, ഞാൻ എവിടെ എത്തിയിട്ടുണ്ടെങ്കിലും നീ തന്നതല്ലേ, ഞാൻ അബ്ദല്ലേ. എനിക്ക് പറയാനുള്ളത്, പടച്ചോനെ നിന്നെനിക്ക് ആവശ്യമുണ്ട്, എന്നെ മുസ്ലിമായി മരിപ്പിച്ച് സജ്ജനങ്ങളുടെ കൂടെ ചേർക്കണം. ഈ ഒരു മൈൻഡ് നമുക്ക് അനിവാര്യ. ഇതാണ് മുസ്ലിം. ഈ ആയത്ത് ഉൾക്കൊണ്ട ചക്രവർത്തിമാർ എത്ര ഉണ്ട്? നബിമാരെ കൂട്ടത്തിൽ ലോകം അടക്കി ഭരിച്ച സുലൈമാൻ നബി അലൈഹി സ്വലാം, അതുപോലെ ഈജിപ്തിന്റെ അധികാരിയായി യൂസുഫ് നബി അലൈഹി സ്വലാം, മദീനയിലെ കിരീടം വെക്കാത്ത രാജാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? മക്കി മദീന ഉൾക്കൊള്ളുന്ന പ്രദേശത്തെ ഭരിച്ചില്ലേ? ഭരണാധികാരിയായിരുന്നല്ലോ. പക്ഷേ എല്ലാവരും ഉൾക്കൊണ്ടു അബ്ദുല്ലാ അന അബ്ദുല്ലാ. എല്ലാവരും മോദി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇത് ഓതാത്ത ടീമാണ് നമ്രൂദ് ലഅനത്തുല്ലാ, ഫിറഔൻ ലഅനത്തുല്ലാ. ഇതൊക്കെ ചക്രവർത്തിമാർ, ഇതൊക്കെ തിന്മയുടെയും നാശത്തിൻ്റെയും പ്രതീകങ്ങളാണ്. എന്നാൽ അൽഹംദുലില്ലാ നന്നായി ഓതി ഉബൂദിയത്തിന്റെ വൃത്തത്തിൽ അടിയുറച്ച് നിന്ന മഹാചക്രവർത്തിമാരായ നബിമാര് നന്മയുടെ പ്രതീകങ്ങളാണ്. ഇതൊക്കെ ഖുർആൻ കൃത്യമായി വരച്ച് കാട്ടിയിട്ടുണ്ട്.
ഇനി ഈ ആയത്ത് നന്നായി പഠിച്ചോതിയ മറ്റൊരു മഹാചക്രവർത്തിയുടെ ചരിത്രമുണ്ട്. അതാരാ? അഫ്ഗാനിസ്ഥാനിന്റെ ഭാഗമായ ബൽഹ എന്ന് പറയുന്ന പ്രവിശാലമായ നാട് ഭരിച്ച ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ്. അള്ളാന്റെ ഔലിയാക്കളുടെ അധ്യക്ഷനാണ് അദ്ദേഹം. റഈസുൽ സാഹിദീൻ. ഭൗതിക ലോകത്തോട് വിരക്തി പൂണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിയ ടീമിന്റെ കൂട്ടത്തിലെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ആളാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ്. അദ്ദേഹം ഈ ആയത്ത് ശരിക്കാണ് ഓതി. ബൽഹയുടെ അധികാര കസേരയിൽ ഇരിക്കുന്ന കാലത്ത്, ബൽഹയുടെ രാജാവായി വാഴുന്ന കാലത്ത് മനസ്സിനകത്തൊരു ഉൾവിളി. എന്താ ഉൾവിളി? അല്ലാ, ഞാനല്ല രാജാവ്, ഞാനല്ല ഭരണാധികാരി, അന്ത മലിക്കുൽ മുലൂക് വമാലിക്കുൽ മുലൂക്. നീയാണ് രാജാക്കന്മാരുടെ രാജാവ്, നീയാണ് രാജാധികാരം സപ്ലൈ ചെയ്യുന്ന രാജാവ്. അതുകൊണ്ട് ഈ ലോകത്ത് ഭൂമിയിൽ ഏതൊക്കെ രാജാക്കന്മാരുണ്ടോ അവരൊന്നും വാസ്തവത്തിൽ രാജാക്കന്മാരല്ല. നീയാണ് രാജാവ്, നീയാണ് രാജാധിരാജൻ, ഞാനല്ല, ഞാൻ അടിമയാണ്. രാജാതിരാജനായ അല്ലാ, റബ്ബുൽ ആലമീനായ അല്ലാ, നിന്നെയൊന്ന് അടുത്തറിയണം, നീയുമായിട്ടുള്ള പരിചയം ഒന്ന് കൂട്ടണം, നീയുമായിട്ടുള്ള ബന്ധം ഒന്ന് രൂഢമൂലമാക്കണം. അതിന് ഈ സിംഹാസനം എനിക്ക് തടസ്സമാണ്. ഇവിടെ ഇരുന്ന് ഭരിക്കുമ്പോ നിന്നേറ്റുള്ള ബന്ധം ഒന്ന് അടുപ്പിക്കാനും ഒന്ന് രൂഢമൂലമാക്കാനും എനിക്ക് സാധിക്കുന്നില്ല. സാഹചര്യം തിരിച്ചാണ്. അതുകൊണ്ട് ഈ അധികാര കസേരൊന്ന് വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് നിന്റെ അടുത്തേക്കൊന്ന് വരണല്ല അല്ലാ. ഇത് തഖ്വയാണ്. പക്ഷെ ഇത് നിലവാരം കുറഞ്ഞ തഖ്വ. അത് കൂട്ടത്തിൽ ഞാൻ പറഞ്ഞുതരാം. മുഹമ്മദിയായ തഖ്വ പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട്, എവിടെ ഇരുന്നിട്ട്? ആ രാജാധികാരത്തിന്റെ കസേരയിൽ ഇരുന്നിട്ട് പഠിച്ചവനാണ് കാണലാണ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നവർ രാജകൊട്ടാരവും കെട്ടിയോളെയും കുട്ടികളൊക്കെ ഒഴിവാക്കി ഇറങ്ങിയപ്പോൾ ചില ആൾക്കാർ വന്ന് പറഞ്ഞു, നിങ്ങൾ ബ്രഹ്മചാരിയായിപ്പോ, ഇപ്പൊ ഭാര്യയില്ല, മക്കളില്ല, അതുകൊണ്ട് ഇബാദത്തിനും നല്ല ചിന്തക്കൊക്കെ അവസരം കിട്ടി. ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഈ കെട്ടിയോളും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പ്രതികൂല സാഹചര്യമാണ്, നിങ്ങൾ സലാമത്തായല്ലോ. അപ്പൊ ആ മഹാൻ പറയുന്നൊരു വാക്കുണ്ട്, അങ്ങനെ പറയരുത്. നീ കുടുംബത്തില്, നാട്ടില്, സമൂഹത്തിനിടയിൽ നിന്ന് നിന്നിൽ നിന്നുണ്ടാകുന്ന ഒരു നിമിഷത്തെ ദൈവചിന്ത, അഫ്ളലു മിൻ ജമീഇ മാ അന ഫീഹി, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ, ഞാൻ ധ്യാന നിമഗ്നനാകുന്നതിനേക്കാൾ നിന്റെ ആ നിമിഷത്തെ ദൈവചിന്തക്ക് മൂല്യമുണ്ട്. എന്തു പറഞ്ഞേ? ഞാൻ എൻ്റെ ജീവിതം ഈ രാജകൊട്ടാരും ഭാര്യയും മക്കളൊക്കെ ഒഴിവാക്കി ഇറങ്ങിയാലോ, എന്നിട്ട് എൻ്റെ ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന ഒരു ഫലം ഉണ്ടല്ലോ, ആ ഫലം കിട്ടാന് കെട്ടിയോളും കുട്ടികളും സമൂഹവും കച്ചവടവും ഇതൊക്കെ ഇതിനിടയിൽ നിന്നിട്ട് ഒരു സെക്കൻഡ് അള്ളാനെ ചിന്തിച്ചാൽ മതി. അപ്പൊ ഈ സാധു ചോദിക്കുന്നുണ്ട്, എന്താ പിന്നെ നിങ്ങൾ എന്തിനതൊക്കെ വലിച്ചെറിഞ്ഞു പോയത്? എൻ്റെ മനസ്സ് ആ കസേരയിൽ ഇരുന്നാൽ കസേര കെട്ട് വിടണില്ല, കസേര മള്ളി പിടിച്ച് മനസ്സ് നിൽക്കുകയാണ്, പഠിച്ചവനെ കിട്ടണില്ല. അത് എൻ്റെ ഒരു വീക്ക്നെസ്സാ, എൻ്റെ ഒരു ദൗർബല്യ. അത് മനസ്സിലാക്കി പോകുന്നതാണ്. ഇത് കാര്യം തിരിയാതെ ഇറങ്ങിയതല്ല എന്നർത്ഥം. അപ്പൊ ഈ മഹാന് ഈ അധികാര അള്ളഹാനോട് ഇങ്ങനെ മനസ്സുകൊണ്ട് പറയും, നീയാണ് രാജാവ്, ഞാനല്ല. നീയുമായി എനിക്കൊന്ന് ബന്ധം കൂട്ടണമെങ്കിൽ ഈ കസേര എനിക്ക് തടസ്സാണ്, എനിക്കൊന്ന് ഇറങ്ങി വരണല്ല അല്ലാ. അപ്പൊ തന്നെ ഒരു ഉൾവിളി. ഇറങ്ങി വന്നാല് ജീവിതത്തിന് എന്ത് മാർഗം ഉണ്ടാവും? ജീവിക്കാൻ എന്താ ചെയ്യാ? മറ്റുള്ളവരോട് യാചിക്കുന്നത് അള്ളാഹു റസൂലിന് ഒട്ടും ഇഷ്ടമല്ല. അപ്പൊ ഇഷ്ടമില്ലാത്തൊരു പണിയിലേക്ക് ഇറങ്ങി പോകുന്നത് അപകടമാണല്ലോ. ഇങ്ങനെ ആത്മസംഘർഷത്തിൽ മനസ്സിനകത്തൊരു ഉത്തരം കിട്ടാതെ ഇടങ്ങാറായി നിന്നപ്പോ അള്ളാഹു റബ്ബുൽ ആലമീനായ അള്ളാനെ എന്നെ കാണിച്ചു കൊടുത്തു. ചരിത്രം വളരെ വിശദമാണ്. രാജകൊട്ടാരത്തിന്റെ പൂമുഖത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുക, പ്രാതൽ കഴിക്കാനിരുന്നപ്പോ മുന്നിൽ റൊട്ടിയുണ്ട്, അതിനുള്ള കൂട്ടാനുണ്ട്. ഇരുന്നപ്പോ പെട്ടെന്നൊരു കാക്ക പറന്നു വന്ന് അതിൽ നിന്ന് 1-2 പത്തിരികൾ കൊത്തിയെടുത്ത് പറക്കുകയാണ്. പറന്നപ്പോ ഇത് സ്വാഭാവികം, കാക്ക വരും, കൊത്തിയെടുത്തു പോകും, ഇതൊക്കെ സാധാരണയല്ലോ. ആ കാക്ക വീടിനപ്പുറത്തുള്ള ഒരു മലഞ്ചെരുവിന്റെ ഭാഗത്തേക്ക് ഈ 2 പത്തിരിയായിട്ട് പറന്നുപോയി. അത് പോട്ടെ, കഴിച്ചെന്ന് എൻ്റെ റിസ്ക്കാണ് ആ കാക്കക്ക് കണക്കാക്കിയെന്ന് കരുതി മഹാനവറുകൾ ബാക്കിയുള്ളത് കഴിക്കുകയാണ്. പിറ്റേ ദിവസം പ്രാതൽ കഴിക്കുന്ന സമയത്ത് കൃത്യമായി ആ കാക്ക തന്നെ വരികയും കൊത്തിക്കൊണ്ടുപോവുകയും ചെയ്യാൻ.
അള്ളാഹിൻ്റെ ഔലിയാക്കൾ മഹാന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഉറുമ്പിനും കാക്കക്കും പട്ടിക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരാണ്. അതാണ് കാരുണ്യം, അതാണ് നബി തങ്ങളെ മാർഗം. കാക്കയെ അമ്പെയ്ത് വീഴ്ത്തുകയോ ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല, കാക്ക കൊത്തിപ്പോവുക. 7 ദിവസം ഇത് തുടർന്നു. അപ്പോൾ മഹാൻ ചിന്തിച്ചു, എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം അറിയണമല്ലോ. എന്നും കാക്ക തൻ്റെ പത്തിരി കൊത്തിയെടുത്ത് ആ കാണുന്ന മലഞ്ചെരുവിലേക്കാണ് പറന്നു പോകുന്നത്. അവിടെയൊന്ന് പോയി നോക്കണം, ഒന്ന് സന്ദർശിക്കണമെന്ന് തീരുമാനിക്കുകയും 7 ദിവസം കഴിഞ്ഞ് തൻ്റെ രാജകീയ വാഹനപ്പുറത്ത് കയറിയിട്ട് ബൽഹയുടെ ചക്രവർത്തിയായ ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നവർ ആ മലഞ്ചെരുവിലേക്ക് കാക്ക പറന്ന ഭാഗത്തേക്ക് തൻ്റെ കുതിരപ്പുറത്തേറി അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ആകെ സെർച്ച് ചെയ്തു. അവിടെ കാക്കയെ കാണാനില്ല, കാക്കക്കൂടും കാണാനില്ല, കാക്ക കുഞ്ഞുങ്ങളെയും കാണാനില്ല. സാധാരണ കൊത്തിക്കൊണ്ടുപോയിട്ട് കാക്ക കുഞ്ഞുങ്ങൾക്ക് ഭക്ഷിപ്പിക്കാനാണല്ലോ. കാക്കക്കൂടോ കാക്ക കുഞ്ഞുങ്ങളെയോ കാക്കയെയോ കാണാനില്ല. ആ ഭാഗമാകെ പരതി നടന്നു. അതിനിടയിലാണ് തൊട്ടപ്പുറത്തുള്ള കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു മനുഷ്യന്റെ ഞരക്കം കേൾക്കുന്നു, ഒരു നെടുവീർപ്പ് കേൾക്കുന്നു. ആ ഭാഗത്തേക്ക് അദ്ഹം എന്നവർ ചെന്ന് നോക്കി. അപ്പോൾ ഒരു മനുഷ്യൻ കൈക്കാലുകൾ കൂട്ടിക്കെട്ടപ്പെട്ട വിധത്തിൽ, ബന്ധിപ്പിക്കപ്പെട്ട വിധത്തിൽ ഞരങ്ങി മൂളിക്കിടക്കുകയാണ്. ആ ഭാഗത്ത് ചെന്ന് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അടുത്തെത്തി ആ കെട്ടെല്ലാം അഴിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടത്തുകാരനാ? നിങ്ങൾ എങ്ങനെ ഈ മലഞ്ചെരുവിൽ ഇவ்விധം എത്തിപ്പെട്ടു? അദ്ദേഹം തൻ്റെ അനുഭവം കഥ പറയാൻ, ഞാനൊരു സ്വർണ്ണ വെള്ളി വ്യാപാരിയാണ്. ഞാൻ ചരക്ക് കൊണ്ടുപോകുമ്പോൾ, എന്താ ചരക്ക്? പൊന്നും വെള്ളിയാണ്. ചരക്ക് കൊണ്ടുപോകുമ്പോൾ കൊള്ളക്കാർ എന്നെ പിന്തുടരുകയും എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചരക്കുകളൊക്കെ കൊള്ളയടിക്കുകയും എന്നെ കൊല്ലുന്നതിനു പകരം എൻ്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടിയിട്ട് വിജനമായ ഈ മലഞ്ചെരുവിൽ എന്നെ ഉപേക്ഷിച്ചുകൊണ്ട് അവർ പറഞ്ഞു, ഇവൻ ഇവിടെ കിടന്ന് മരിക്കട്ടെ, ആളുകൾ ആരും ഇങ്ങോട്ട് വരൂലല്ലോ, നമുക്ക് കൊല്ലണ്ടെന്നും പറഞ്ഞ് അവരെന്നെ ഉപേക്ഷിച്ചു പോയതാണ്. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, എല്ലാ ദിവസവും പുലർവേളയിൽ പ്രഭാത സമയത്ത് രാജാക്കന്മാർ കഴിക്കുന്ന മേത്തരം പത്തിരി ഒരു കാക്ക കൊത്തിക്കൊണ്ട് വന്ന് കയ്യും കാലും ചലിപ്പിക്കാനാകാതെ കിടക്കുന്ന എൻ്റെ നെഞ്ചത്തിരുന്നിട്ട് ഈ കാക്ക എൻ്റെ വായിലേക്ക് അതിൻ്റെ കൊക്കുകൊണ്ട് കൊത്തിവെച്ച് തരും. ഈ 7 ദിവസങ്ങൾ ജീവൻ നിലനിന്നത് ആ കാക്ക വഴി എനിക്ക് ലഭിച്ച ഭക്ഷണം കൊണ്ട്, രാജാക്കന്മാരുടെ പത്തിരി കഴിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവൻ നിലനിർത്തിയത് എന്ന് പറയുകയാണ്. ഉടനെ അദ്ഹം എന്നവർ പ്രഖ്യാപിക്കുന്നു, രാജാവായ എൻ്റെ തീന്മേശയിലുള്ള ഭക്ഷണം, ആ ഭക്ഷണത്തിൻ്റെ അളവ് ഒരു കാക്കയിലൂടെ മലഞ്ചെരുവിൽ ബന്ധിതനായി കിടക്കുന്ന വ്യക്തിയെ തീറ്റിക്കുന്ന റബ്ബേ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനത്തെ നാഥനായ നീ ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ റിസ്ക്കിൻ്റെ കാര്യം, അന്നത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്ത് ബേജാറ്. പിറ്റേന്ന് ഇറങ്ങി. കുട്ടികൾക്കും കുടുംബക്കാർക്കൊക്കെ രാജാധികാരവും സ്വത്തൊക്കെ ഓരി വെച്ചിട്ട് ഒറ്റയിറക്കാം. തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വഅയ്തംതുൽ യാലലി കയ്യറാക فلو قطعتني بالحب إربا لما حن الفؤاد إلى سواك വിട്ടു ചരാചര ലോകത്തെയാകെ ഞാൻ ഒട്ടുമേ ബാക്കിയില്ലാതെ നിൻ പ്രീതിയിൽ നാഥനില്ലാത്തവരാക്കി ഞാൻ മക്കളെ നാഥാ നിൻ ദർശന സായൂജ്യമുന്നിനായി എന്നെ നീ കഷ്ണിച്ചു കഷ്ണങ്ങളാക്കുകിൽ പിന്നെയും പ്രേമം നിറഞ്ഞുള്ളൊരു മനം നിന്നെയല്ലാതങ്ങു തേടില്ലൊരിക്കലും നിന്നിൽ നിന്നെങ്ങുമേ മായില്ലൊരിക്കലും. ആ മഹാൻ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ ആലപിച്ച കവിതയാണത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കണ്ടു, അള്ളാഹ് കാണിച്ചു കൊടുത്തു, ഇങ്ങനെ റിസ്ക് തരുന്ന അള്ളാഹ് നീ ഉണ്ടെങ്കിൽ എനിക്ക് എന്തിനായി അധികാരം, എന്തിനാണ് ഈ പദവി, ഞാൻ എന്തിനു ബേജാറാകണം? നിശാപൂരിനടുത്തുള്ള ഗുഹയിൽ 9 കൊല്ലം കഴിച്ചു കൂട്ടിയെന്നാണ്. ഗുഹ വിട്ട് 13 കൊല്ലം മരുഭൂമിയിലൂടെ തെണ്ടി നടന്നു എന്നാണ്. ഇദ്ദേഹമാണ് രാജാവ്. ഇദ്ദേഹമാണ് രാജാവ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം. ഏത് രാജാവ്? ബൽഹയുടെ അധിപനല്ല. ബൽഹയുടെ അധിപനായ രാജാവ് പട്ടാളത്തിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിക്കുന്ന രാജാവാണ്. അത് പട്ടാളം ചിലപ്പോൾ തോറ്റുപോരും ചെയ്യും. താൻ ഇച്ഛിക്കുന്നത് പോലെ പ്രജകൾ നിന്ന് തരണം എന്നില്ല. ഒരു രാജാവിന് നിന്ന് തരണമെന്നുണ്ടോ?
ലോകത്ത് പല രാജ്യങ്ങളും രാഷ്ട്രങ്ങളും ഭരണം നടത്തുന്ന ഭരണാധികാരികൾ അവർ വിചാരിച്ച മാതിരി നടക്കുമോ? ഇപ്പോൾ ലോകത്തെ നമ്പർ 1 ഭരണാധികാരി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആ ചങ്ങായിക്ക് എന്തൊക്കെ തലവേദനയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ പുതിയ തലവേദനകൾ ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ രാജ്യം തന്നെ ഭരണം നടത്തുന്ന മോഡി ഇപ്പോൾ പാളയത്തിൽ പട തുടങ്ങി. പല രാജ്യങ്ങളും ഒരു കാലത്ത് ഭരിച്ചിരുന്ന ചക്രവർത്തിമാർ പിന്നെ ആ രാജ്യത്തിൻ്റെ നിയമത്തിലൂടെ ആ രാജ്യത്തിൻ്റെ നീതിപീഠങ്ങൾ അവർക്ക് വധശിക്ഷ കൊടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്ത ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. രാജ്യം ഭരിച്ച പിന്നെ ആ നാടനെ തൂക്കിക്കൊല്ലുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഭരണാധികാരം, രാജപദവി എന്ന്. ഇബ്രാഹിം ഇബ്നു അദ്ഹം ചെയ്ത് പൊട്ടത്തരല്ല, അതാണ് ബുദ്ധി. എന്തുകൊണ്ട്? ഈ അധികാരം കൊണ്ട് എന്തേ നടക്കുള്ളൂ? ഇവിടെ പട്ടുമെത്തയും രാജകൊട്ടാരവും സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ താൻ വിചാരിച്ചതൊക്കെ നടക്കൂല. എന്നാൽ അള്ളാന്റെ വലിമാർ അവരാണ് യഥാർത്ഥ ചക്രവർത്തിമാർ. അവർ വേണമെന്ന് വിചാരിച്ച് എന്താണ് പറഞ്ഞോ അതങ്ങനെ നടക്കുന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അവരെ പട്ടാളം വെള്ളപ്പട്ടാളമാണ്, അള്ളാന്റെ മലക്കുകളാണ്. ആരെ പട്ടാളം? ഔലിയാക്കളെ പട്ടാളം. ബദറിലൊക്കെ ആ പട്ടാളത്തിനെ കൊണ്ടല്ലേ നേടിയത്. അള്ളാന്റെ റസൂല് 2 നിലക്കുള്ള ചക്രവർത്തിയായിരുന്നു, ഒരു നിലക്കുള്ള ചക്രവർത്തി ആയിരുന്നില്ല. എന്നാൽ ഈ അധികാരം വലിച്ചെറിഞ്ഞ് യഥാർത്ഥ രാജാധികാരത്തിലേക്കാണ് അദ്ഹം റഹിമഹുല്ല ഇറങ്ങി നടന്നത്. എങ്ങനെയാണ് യഥാർത്ഥ രാജാധികാരം കിട്ടിയത്? റസൂലുള്ള പറഞ്ഞല്ലോ, റുബ്ബ അശ്ഗസ അഗ്ബറ മദ്ഫൂഇൻ ബിൽ അബ്വാബി. എത്രയെത്ര ദേഹത്തിൽ പൊടി പുരണ്ടവർ, മുടിയൊക്കെ പാറിപ്പറന്നവർ. മദ്ഫൂഇൻ ബിൽ അബ്വാബി, ഒരു വാതിൽക്കലും അവർക്ക് സ്വീകാര്യതയില്ല, ഒരു ജനങ്ങൾക്കിടയിലും അവർക്ക് എന്തില്ല, സ്ഥാനമാനങ്ങളില്ല. അങ്ങനത്തെ അപ്രസിദ്ധരായ, ശരീരത്തിൽ ദേഹത്തിൽ ചളിയും പൊടിയും പുരണ്ട, മുടി പാറിപ്പറന്ന് നടക്കുന്ന പഞ്ചപാവങ്ങളായ മിസ്കീന്മാർ. ലൗ അഖ്സമ അലല്ലാഹ്, അള്ളാഹുവിനെ മുൻനിർത്തി അവരെന്തെങ്കിലും പറഞ്ഞാൽ ലഅബറഹു, അള്ളാഹു വള്ളി പുള്ളി തെറ്റാതെ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഇത് ബുഖാരിന്റെ ഹദീസാണിത്. ആ ഒരു രാജാധികാരം തനിക്ക് എന്ത് വേണോ അള്ള കൊടുക്കും, ലോകത്തിന് എന്ത് സംഭവിക്കണോ അള്ള കൊടുക്കും. നാവ് കൊണ്ട് റബ്ബിനെ മുൻനിർത്തി എന്തു പറഞ്ഞാലും അള്ളാഹു അത് നടപ്പിലാക്കി കൊടുക്കും. അപ്പൊ ഈ ചെയറാണോ ആ നിശാപൂരിനകത്തുള്ള ഗുഹക്കകത്തിരുന്നിട്ടുള്ള രാജകീയ പദവിയാണോ മുന്തിയത്? ഏതാ മുന്തിയത്? 13 കൊല്ലം മരുഭൂമിയിലൂടെ ഫക്കീറിനെ പോലെ നടന്ന ചക്രവർത്തി, ആ ചക്രവർത്തിയുടെ റേഞ്ചാണോ വലുത്? ബൽഖയുടെ സിംഹാസനത്തിൽ ഇരുന്ന ആ റേഞ്ചാണോ വലുത്? ബുദ്ധി ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്നവർ ചെയ്തതാ. ആ രാജപദവി എങ്ങനെ കിട്ടുന്നത്? അത് എനിക്കും കിട്ടും, നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ കിട്ടുന്നത്? ഉബൂദിയത്ത് കൊണ്ട് കിട്ടും. നമ്മൾ സമ്പൂർണമായ അടിമയായി നിലകൊണ്ടാൽ റബ്ബായ യജമാനൻ നമ്മിലേക്ക് തവജ്ജുഹാകും, നമ്മളുമായി കണക്റ്റഡ് ആകും. പൊരുത്തപ്പെട്ട ദാസനായാൽ തൻ്റെ അടിമയെ കഷ്ടപ്പെടുത്തരുത് എന്ന് യജമാനൻ ചിന്തിക്കും. നല്ല യജമാനനാണെങ്കിൽ തൻ്റെ അടിമയ്ക്ക് എന്തു വേണമെന്ന് മനസ്സിലാക്കി യജമാനൻ പ്രവർത്തിക്കും, ഇടപെടും. ഈ ഒരു പരുവത്തിലേക്ക് എത്താൻ അനുസരണശീലമുള്ള, സമർപ്പണ മനോഭാവമുള്ള ഒരു അബ്ദായി നാം മാറുക. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം. ഇൻഷാ അല്ലാഹ് മറ്റു ചില ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അള്ളാഹു ഈ പഠിച്ചതനുസരിച്ച് നിലകൊള്ളാൻ നമ്മെ സഹായിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.